സോ ക്രിയേറ്റേഴ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് പിക്സൽ ലാബ് എന്നുള്ള ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് എന്താണ് പിക്സൽ ലാബ്, എന്തിനാണ് പിക്സൽ ലാബ്, ഇത് നല്ലൊരു ആപ്ലിക്കേഷനാണോ? അപ്പോൾ ഈ ഒരു 3 ക്വസ്റ്റ്യനുള്ള ഉത്തരവായിട്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ഓരോന്നും 1 by 1 ആയിട്ട് തന്നെ നോക്കാം. എന്താണ് പിക്സൽ ലാബ്? അതായത് പിക്സൽ ലാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യാം അതിൽ. അതുപോലെ തന്നെ യൂട്യൂബ് തമ്പനെയിൽ ചാനൽ ബാനേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് യൂസ്ഫുൾ ആകും. പോസ്റ്റർ ക്രിയേഷൻ ഇത് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപാരമായിട്ടുള്ളൊരു ഫോട്ടോ എഡിറ്റിംഗ് അല്ല, എന്നാലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താൻ വേണ്ടി സാധിക്കും. അതായത് നമ്മുടെ ഒരു മൊബൈൽ ഫോണിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ ഒരു എഡിറ്റർ ഉണ്ടാവും, ഫോട്ടോ എഡിറ്റർ. അപ്പോൾ അതിന് ഏകദേശം സാമ്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഫോട്ടോ എഡിറ്റർ വർക്കും വരുന്നത്. എന്നാലും നമുക്ക് ലോഗോ ക്രിയേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് നല്ലോണം ബോണ്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു ഫോട്ടോ എഡിറ്ററായിട്ട് ഉപയോഗിക്കാം. അതായത് നമ്മുടെ ചാനലിന് ആവശ്യമായിട്ടുള്ള ഒരു ലോഗോ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ പല യൂട്യൂബേഴ്സിൻ്റെയും ഒരു ലോഗോ ക്രിയേഷൻ വെച്ച് കഴിഞ്ഞാൽ അവരുടെ തന്നെ ഒരു പിക്ക് വെച്ചിട്ട് അതൊന്ന് എഡിറ്റ് ചെയ്തിട്ട് ഒരു സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ആ ഒരു വിധത്തിലാണ് പൊതുവെ എഡിറ്റിങ്ങിലൊക്കെ നടത്താറ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എഡിറ്റിങ്ങും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പിക്സൽ ലാബ് യൂസ്ഫുൾ ആണ്. അപ്പോൾ മെയിനായിട്ട് പിക്സൽ ലാബിൻ്റെ ഒരു യൂസേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗോ ക്രിയേഷൻ തന്നെയാണ്. ലോഗോ ക്രിയേറ്റേഴ്സിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പല തരത്തിലുള്ള ടൂൾസ് ഇതിൽ അവൈലബിൾ തന്നെയാണ്. അപ്പോൾ ലോഗോ എഡിറ്ററിൻ്റെ കാര്യത്തിലേക്ക് പോയതിന് ശേഷം നമ്മൾ മിക്ക യൂട്യൂബേഴ്സും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ടാകും. കാരണം യൂട്യൂബ് തമ്പനെയിലിന് ഇത് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 3 dots നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നമുക്ക് ഇമേജ് സൈസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടമുള്ള ആ ഒരു ഇമേജ് സൈസ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ കഴിയും. അതുപോലെ നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാനും കൂടി കഴിയും നമ്മളുടെ ഈ ഒരു സ്ക്രീൻ സൈസ്. അപ്പോൾ ഇവിടെ യൂട്യൂബ് തമ്പനെയിലിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, യൂട്യൂബ് ചാനൽ ബാനറിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് കവർ ആർട്ട്, ഗൂഗിൾ പ്ലസ് കവർ ഫോട്ടോ, ട്വിറ്റർ ഹെഡ് സൈസ്, അങ്ങനെ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിധത്തിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്യാനും കഴിയും എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്സൽ ലാബിൽ തന്നെ നമ്മളുടെ സ്ക്രീനിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഫോട്ടോ എഡിറ്റർ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ പോസ്റ്റർ ക്രിയേഷനൊക്കെ ഇത് നന്നായിട്ട് യൂസ്ഫുൾ ആകുന്നുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തിനാണ് പിക്സൽ ലാബ്? അപ്പോൾ ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു റിലവൻ്റ് ആയിട്ടുള്ള അഥവാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ് നമ്മളിവിടെ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എക്സ്പോർട്ട് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ ഇമേജ് ഫോർമാറ്റും ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2 ഓപ്ഷൻസ് കാണാൻ വേണ്ടി കഴിയും. ഇതിൽ ഇമേജ് ഫോർമാറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PNG അവൈലബിൾ ആയിട്ടുണ്ട്, ഒന്നാമത്തെ കാര്യം. 2, അതിൻ്റെ ക്വാളിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡിഫാൾട്ട്, കസ്റ്റം, ലോ, മീഡിയം, ഹൈ, വെരി ഹൈ, അൾട്ര. അപ്പോൾ ഇത്രയും ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രൊജക്റ്റ് സേവ് ചെയ്യുകയാണെങ്കിൽ, ഗാലറിയിലേക്ക് സേവ് ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല ക്വാളിറ്റി അഥവാ ബെറ്റർ ക്വാളിറ്റി കൊടുക്കാൻ ഇത് ഹെൽപ്ഫുൾ ആകും. അപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പിക്സൽ ലാബ് നല്ലൊരു എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് കസ്റ്റമൈസ് ആയിട്ട് ഫീൽ ചെയ്തതും അതുപോലെ തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ് പിക്സൽ ലാബ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാത്രം ഞാൻ പറയുകയാണെങ്കിൽ കൊള്ളാം. നമുക്കൊരു ലോഗോ ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ച് തീർച്ചയായും അവർക്ക് ഹെൽപ്ഫുള്ളാവുന്ന കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് പിക്സൽ ലാബ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരു പ്രൊമോഷൻ എന്നുള്ള ഒരു രീതിയിലൊന്നും അല്ല. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ പ്രോസ്, അതായത് ഈ ആപ്ലിക്കേഷനിലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തെങ്കിലും കിടപ്പുണ്ടോ അഥവാ കോൺസ് എന്തെങ്കിലും കിടപ്പുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ബഗ്ഗും കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഈ ഒരു പ്ലസ് എന്നുള്ളൊരു സൈനിലേക്ക് പോയതിന് ശേഷം അവിടുന്ന് നമ്മളൊരു ഷേപ്പ് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഷേപ്പ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ സർക്കിൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ആ ഒരു ഓപ്ഷൻ്റെ തന്നെ എംബോസ് എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ ഞാനൊരു ഓപ്ഷൻ എനബിൾ ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യുമ്പം ആ ഒരു ഷേപ്പ് ക്രാക്ക് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു ബഗ്ഗായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. മറ്റൊരു നെഗറ്റീവ്സും കാര്യങ്ങളും എന്നെ സംബന്ധിച്ച് പറയാനില്ല. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുമ്പം അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അഥവാ അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ഫോൺസിലൊക്കെ നമുക്ക് ഡാർക്ക് മോഡ് എന്നുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു മോഡിൽ വെച്ചിട്ട്, അതായത് ഡാർക്ക് മോഡിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പം കളർ കോമ്പിനേഷനിൽ ചെറിയൊരു പ്രോബ്ലം വന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഞാൻ ഇപ്പം ആഡ് ചെയ്തതുപോലെ ഒരു ഷേപ്പോ കാര്യങ്ങളോ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആഡ് ചെയ്ത ആ ഒരു ഷേപ്പിലും കാര്യത്തിലും മറ്റ് കളർ ആഡ് ചെയ്യുമ്പം, പ്രധാനമായും വൈറ്റും ബ്ലാക്കും ആഡ് ചെയ്യുമ്പം, വൈറ്റ് സെലക്ട് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് അൺക്ലിക്ക് ചെയ്യുമ്പം അഥവാ അതൊന്ന് അൺസെലക്ട് ചെയ്യുമ്പം വീണ്ടും അതിൻ്റെ കളറ് ബ്ലാക്ക് തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് സെലക്ട് ചെയ്തപ്പം അതിൻ്റെ കളറ് വൈറ്റും ആയിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കളർ കോമ്പിനേഷൻ പ്രോബ്ലം കൂടി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ബെറ്റർ ആപ്ലിക്കേഷനാണ്. അത്യാവശ്യം നല്ല നല്ല ടൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രൊജക്റ്റും കാര്യങ്ങളും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും സേവ് ചെയ്യാനും കഴിയുന്നതാണ്.
പ്രധാനമായും നമ്മളുടെ ഐഡിയാസും കാര്യങ്ങളും അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റിയും കൂടി കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് പുതിയൊരു കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ തീർച്ചയായും നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത്രയും മാത്രമേ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ ലോഗോ ഐഡിയാസുകൾക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ഇറ്റ്സ് മീ VC സൈനിങ് ഓഫ്.